യേശുവിനെ സ്വയം സമർപ്പിച്ച ഒരു പ്രശസ്ത ഗായകൻ്റെ വിശ്വാസ സാക്ഷ്യം. യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വിളി കൂടുതൽ ശക്തമാണ്. ലോകമെങ്ങും കോടിക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്ന കോടാനുകോടി സമ്പത്തുള്ള ലാറ്റിൻ പോപ്പ് സിംഗർ ഡാഡി യാങ്കി എന്നറിയപ്പെടുന്ന 46-കാരനായ റെയ്മണ്ട് അയാലയുടെ വാക്കുകളാണിത്. 30 വർഷം നീണ്ട സംഗീത ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ പരിപാടിയുടെ അവസാനത്തിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് അദ്ദേഹം ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം പരസ്യമാക്കിയത്. തൻ്റെ ജന്മദേശമായ പ്യൂർട്ടോറിക്കോയിലായിരുന്നു സംഗീത പരിപാടി. പര്യടനത്തിൻ്റെ അവസാന പ്രദർശനം ആരാധകരും സ്പാനിഷ് ഭാഷാ മാധ്യമങ്ങളും ഞെട്ടലോടെയും അമ്പരപ്പോടെയുമാണ് വിസ്മയകരമായ ഈ വിശ്വാസ പ്രഖ്യാപന വിടവാങ്ങലിനെ സ്വീകരിച്ചത്. അദ്ദേഹത്തോടൊപ്പം പ്യൂർട്ടോറിക്കൻ കലാകാരനായ ഫറൂക്കോ, മുമ്പ് ആർട്ടിസ്റ്റൽ ഫാദറായി അവതരിപ്പിച്ചിരുന്ന ഹെക്ടർ ഡെൽഗേഡോ, പ്യൂർട്ടോറിക്കൻ റാപ്പിൻ്റെയും ഹിപ്പ് ഹോപ്പിൻ്റെയും പൈനീറായ വിക്കോസി, അതുപോലെ റിച്ചി റേ, ബോബി ക്രൂസ്, ഇസ്മായേൽ മിറാൻഡ, ഡൊമിംഗോ ക്വിനോൻസ് തുടങ്ങിയ സൽസ സംഗീത വിഭാഗത്തിലെ ഗായകരും അവരുടെ കരിയറിൽ ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി ഏറ്റുപറയുകയും ക്രിസ്തുവിന് വേണ്ടിയും സുവിശേഷത്തെ പ്രതിയും തങ്ങളുടെ കരിയർ അവസാനിപ്പിച്ചവരുമാണ്. എൻ്റെ ജനങ്ങളെ, ഈ ദിനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അത് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വിജയകരമായ ജീവിതം നയിക്കുക എന്നത് ലക്ഷ്യത്തോടെയുള്ള ജീവിതം നയിക്കുന്നതിന് തുല്യമല്ല. എൻ്റെ ജീവിതത്തിൽ ആർക്കും നികത്താൻ കഴിയാത്ത ഒരു ശൂന്യത ഇല്ലാതാക്കാൻ ഞാൻ ഒരുപാട് കാലം ശ്രമിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ ഞാൻ അലഞ്ഞു. ചിലപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടുവെങ്കിലും ഞാൻ പൂർണ്ണനായിരുന്നില്ല. അതിനാൽ ആഘോഷത്തിൻ്റെ ആ ദിവസങ്ങൾ അവസാനിച്ചുവെന്നും ഡാഡി യാങ്കി ഒരു വേദിയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എന്നെ ഡാഡി യാങ്കിയായി അറിയുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ ഡാഡി യാങ്കി എന്ന് ഇനി മുതൽ പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്യൂർട്ടോറിക്കോയിലെ റെയ്മണ്ട് അയാല എന്ന ആ വ്യക്തി അവസാനിച്ചു. ഒരു പുതിയ കഥ ആരംഭിക്കാൻ പോകുന്നു. ഒരു പുതിയ തുടക്കം. സംഗീതം, സോഷ്യൽ നെറ്റ്വർക്കുകൾ, മറ്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിങ്ങനെ യേശു എനിക്ക് തന്നതെല്ലാം, എൻ്റെ കൈവശമുള്ള എല്ലാ ഉപകരണങ്ങളും ഇനി മുതൽ യേശുവിന് വേണ്ടിയായിരിക്കുമെന്നും ആ വലിയ സദസ്സിൽ യാങ്കി പ്രഖ്യാപിച്ചു. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക, കാരണം അവനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ഡാഡി യാങ്കി ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, ക്രിസ്തു വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൻ്റെ പരിപാടി അവസാനിപ്പിച്ചത്.